ഹലോ ഗൈസ്, സോ ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഇന്ന് മൈസൂരിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. രാവിലെ എണീച്ചുകൊണ്ട് സൗണ്ട് ഇല്ല തീരെ. അപ്പോൾ സോ ഇന്ന് വേറൊരു കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മണ്ടത്തരം, എൻ്റെ പൊട്ടത്തരാണ്. അപ്പോൾ എൻ്റെ ഒരു മണ്ടത്തരം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത്. മണ്ടത്തരമല്ല, ഒരു വിവരമില്ലാത്തൊരു കളി. എന്താ വെച്ചാൽ ഞാൻ ഒരു +1 പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഞാൻ ട്യൂഷൻ വേണ്ടായിരുന്നു, +1 മാത്രം. ആ സമയത്ത് ആകെ ഞാൻ പോയത് +1 മാത്രമേ ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഞാൻ അപ്പം ഇവിടെ ഒരു മാളുണ്ട്, മിൻറ്റ് മാൾ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ എൻ്റെ കസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവൾ വേറെ സ്കൂൾ, ഞാൻ വേറെ സ്കൂൾ, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പക്ഷേ രണ്ടുപേരും ഒരേ ട്യൂഷൻ സെൻ്ററിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവളെ വെയിറ്റ് ചെയ്യേണ്ടി ഞാൻ അവിടെ പോയി നിന്നു. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെക്കൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഒരു ചെക്കൻ, ലൈക്ക് ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും, ഇവിടെ നല്ല കെട്ടപ്പിൽ നല്ലൊരു പങ്കിലാണ് വന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ നെവർ മൈൻഡ് അവളായിരിക്കും നോക്കുന്നത് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറയും ചെയ്താൽ ഒരു ചെക്കൻ തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾ എന്ത് ചെയ്തു, ചായ അടിക്കാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ചായ അടിക്കാനായിട്ട് ഇരിക്കാം. അപ്പോൾ അവിടെ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ആ ഓപ്പോസിറ്റ് ചെക്കനില്ലേ, അവൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഹെയറും ഒക്കെ സെറ്റ്, ഐലൈനറൊക്കെ സെറ്റ് ചെയ്തു. വേഗം പോകാനായതുകൊണ്ട് അതൊന്നും എനിക്ക് തോന്നുന്നു ഷോർട്ട് സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ വേഗം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്. എന്നിട്ട് ഇവൻ വന്നിട്ട് ഇവൻ എന്നെ നോക്കി, അവൾ പോയി കഴിഞ്ഞിട്ട് എന്നെ നോക്കി. അവൻ വിചാരിച്ചു എന്താ ഓക്കെ, സ്വാഭാവികമാണല്ലോ, അങ്ങനെ നോക്കുമല്ലോ. അത് എനിക്ക് ഇവൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആരും സംസാരിക്കാൻ അല്ലാത്ത അതിൻ്റെ ശോകത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ അവൻ്റെ മൊബൈലിൽ എന്തോ എഴുതി കാണിച്ചു. എന്താ വെച്ചാൽ നൈസായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് വിവരമില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇവൻ ഊമയാണ് ഞാൻ വിചാരിച്ചു പോയി. അറിയാതെ എനിക്ക് എന്താ പറയുക, ആ ടൈമിൽ എനിക്കങ്ങനെ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്ത സാധനം എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഇവന് വായിച്ചു കൊടുത്തു ഗൈസ്. ഞാൻ വിചാരിച്ചു എന്തോ എന്നോട് പറയാൻ നോക്കാണ്. എന്നോട് എന്തായിരുന്നു അറിയാം, കുഴപ്പമില്ല, വിഷമിക്കേണ്ട, നിൻ്റെ സങ്കടങ്ങളെല്ലാം ചില ആൾക്കാർക്ക് കാണാനുണ്ട്, എന്തൊക്കെ കാരണം കുറേ വലിയ പാരഗ്രാഫിൽ താഴെ ഐ ലവ് യു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി അവർ വായിച്ചു കൊടുത്തു. അത് കംപ്ലീറ്റ്ലി അവൻ വായിച്ചു കൊടുത്തിട്ട് എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ ആ കസിൻസ് ഫ്രണ്ട്സൊക്കെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് ആ ടൈമിൽ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, അവിടെ ലിഫ്റ്റുണ്ട്, ആ ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ ശുശു വിളിച്ചു. ഞാൻ ചേട്ടാ കുഴപ്പമില്ല, ഞാൻ ഇവിടെ നന്നാന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോൾ ഞാൻ പൊട്ടത്തി അതിൻ്റെ ഒരു ഡേറ്റ് മിസ്സായി. അപ്പോൾ ഇവ വന്നിട്ട് എന്താ പറയുക, ഭയങ്കര എന്നിട്ട് ഇങ്ങനെ നടന്നല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവരെന്നോട് എന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ എന്നോട് ഇടി മണ്ടി, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്ത അതുപോലെ അറിയാനുള്ളതില്ലേന്ന് ചോദിച്ചു. അതിൻ്റെ ഇവിടെ വന്നിട്ട് എനിക്ക് സെയിം സ്റ്റോറി എൻ്റെ ചേട്ടനോട് പറഞ്ഞു. ദൈവമേ, ചേട്ടനൊക്കെ ആക്കാൻ തുടങ്ങിയില്ലേ, മണ്ടി അവൻ നിന്നെ പ്രപ്പോസ് ചെയ്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ, ആയിരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. സോ എൻ്റെ മണ്ടത്തെ എന്നിട്ട് ഇപ്പോഴും ചേട്ടൻ പറഞ്ഞത് പറഞ്ഞ് കളിയാക്കും. സോ ഇതാണ് എൻ്റെ കഥ. സോ ഗൈസ് ബൈ, ഞാൻ പോട്ടെ, സമയമായി, ബൈ.